ECIL, അതായത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ EVMs ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവരുടെ എൻജിനീയേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എല്ലാ പോളിംഗ് ഓഫീസേഴ്സിനും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ തകരാറുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് അപ്പം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി സെക്ടറൽ ഓഫീസേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനമുണ്ട്. സെക്ടറൽ ഓഫീസേഴ്സ് അപ്പം തന്നെ ഇടപെടുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അത്തരത്തിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ വിഴിഞ്ഞം ആ ഭാഗത്ത് പറഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അല്ല, വിഴിഞ്ഞം വാർഡ് ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, ആ വാർഡിലെ 10 പോളിംഗ് സ്റ്റേഷൻസാണുള്ളത്. അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മരണം കാരണമാണ് ആ പോളിംഗ് മാറ്റിവെച്ചത്. പിന്നെ കേരളത്തിലെ ആന്തൂർ നഗരസഭയിൽ 5 വാർഡുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയും പോളിംഗ് ഉണ്ടാവില്ല. അതേസമയം 2 പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകൾ, 1-ാം ഘട്ടത്തിൽ ഒരു പഞ്ചായത്തിലും 2-ാം ഘട്ടത്തിൽ വേറൊരു പഞ്ചായത്തിലും ഒരു സ്ഥാനാർത്ഥി മരിച്ചിട്ടുണ്ട്, ഒരു സ്ഥാനാർത്ഥി വീതം മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ പോളിംഗ് ഉണ്ടാവും. കാരണം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് മരിച്ചത്. അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പട്ടം സെയിന്റ് മേരീസ് HSSൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ. വൈക്കം വിശ്വൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുകയാണ്. മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുകയാണ്. വിശ്വൻ ചേട്ടനെ കണ്ടിട്ട് കുറച്ച് നാളായിരുന്നു. എന്തായാലും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന വൈക്കം വിശ്വൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ എല്ലാ പോളിംഗ് ബൂത്തുകളും നല്ല, ഇപ്പോൾ നേരത്തെ രാവിലെ മുതൽ 7 മണി മുതൽ തന്നെ ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ EVM തകരാറിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇത്രയധികം സ്ഥലങ്ങളിൽ, ഇത്രയധികം ഗ്രൗണ്ടിൽ, ഇത്രയധികം വാർഡുകൾ, ഇത്രയധികം ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമാണ് അവിടെ ഇവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അങ്ങനെ വ്യാപകമല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ശ്രീ എ ഷാജഹാൻ പറഞ്ഞത്. അത് പരിഹരിച്ച് പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ടെങ്കിൽ കൂടിയും 7 മണി മുതൽ 8 വരെ ഒരു 10-12 വോട്ടിംഗ് മെഷീൻ തകരാറിന്റെ വാർത്തയെങ്കിലും വന്നു. കുറവ് കണക്കല്ല അത്. അതെ, കോട്ടയത്ത് 8% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു പോളിംഗ് ശതമാനമാണ്. കൊല്ലത്ത് 7.3%. എ ഷാജഹാൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇലക്ഷൻ ദിവസത്തെ ആ മാൻഡേറ്ററി ഫോട്ടോ പോസ്റ്റിംഗ് ആണത്. നമ്മുടെ ചൂണ്ടുവിരലിൽ പതിഞ്ഞ ജനാധിപത്യത്തിന്റെ ശക്തിയുടെ നീല കളർ ആ വോട്ടിംഗ് മെഷീൻ പുരണ്ട കൈ ഉയർത്തി കാണിക്കുകയാണ് എ ഷാജഹാനും. മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു നേരത്തെ. പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുന്നുണ്ട്. ആസിഫ് അലി ക്യൂവിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സമയമായി ആസിഫ് അലി വന്നപ്പോഴത്തേക്ക്, നേരെ കയറിയപ്പോഴത്തേക്ക് ചില ആൾക്കാർ വിചാരിച്ച ക്യൂ തെറ്റിച്ചല്ല, ഫ്രണ്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. സെൽഫി വെച്ചപ്പോഴത്തേക്ക് സെൽഫി എടുക്കാൻ വേണ്ടി പാവം മുന്നോട്ടേക്ക് പോയതാണ്. അപ്പോൾ എന്നിട്ട് ബാക്കിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ് ആസിഫ് അലി ഉണ്ട്, ആസിഫ് അലിയുടെ സഹോദരനുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ കൂടിയുണ്ട്, ബന്ധുവാണെന്ന് അറിയില്ല. കുമ്മങ്കല്ല് എന്ന് പറയുന്ന ആസിഫ് അലിയുടെ വീടാണ്. ആസിഫ് അലിയുടെ വീട്ടിനവിടെയുള്ള ബൂത്തിലാണ് ആസിഫ് അലി വോട്ട് ചെയ്യുന്നത്. BJPയുടെ നേതാവ് VV രാജേഷ് അവിടെ സ്ഥാനാർത്ഥി കൂടിയാണ്. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അവിടെ എത്തി നിൽക്കുന്നുണ്ട്. BJP എന്നല്ല, BJPയും കോൺഗ്രസും LDF ഒക്കെ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നു. CPMന്റെ ശബരിനാഥ് അടക്കമുള്ളവർ മത്സരിക്കുന്നു. UDFന്റെ ശ്രീലാഖ IPS, VV രാജേഷെ പോലുള്ള നേതാക്കൾ മത്സരിക്കുന്നു. BJP ഇത്തവണ ഉറപ്പായും എല്ലാ സ്ഥലങ്ങളിലും പോരാട്ടം പ്രധാനമാണ്. ഗ്ലാമർ പോരാട്ടമെന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തോ കുറച്ച് ഗ്ലാമർ ഉണ്ട് എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തർക്കമില്ല, അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം അത്രത്തോളം വലിയ വീറും വാശിയുള്ള പോരാട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരമേഖലകളിൽ മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുട്ടിക്കലാശ ദിവസം നമ്മൾ വലിയ ആവേശം കണ്ടതാണ്. വലിയ ആവേശം. നിയമസഭ കെ മുരളീധരൻ കൂടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുകയാണ്. കെ മുരളീധരന് തിരുവനന്തപുരത്തിന് ചാർജായിരുന്നു. അവിടെ ശബരിനാഥനെ ആദ്യം മേയർ സ്ഥാനത്ത് പ്രഖ്യാപിച്ചു. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് ഇറങ്ങിയ ഒരു മുന്നണി കൂടിയാണ് UDF. തൊട്ടു പിന്നാലെ എത്തി LDFും NDAയും ഒക്കെ തൊട്ടു പിന്നാലെ തന്നെ എത്തി. അതിനുശേഷം അവിടെ തീവാറും പോരാട്ടം. ഇക്കുറി കുറഞ്ഞതൊരു 20-25 വാർഡുകളിലെങ്കിലും അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന പ്രത്യേകത തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. കഴിഞ്ഞ തവണ UDFനുണ്ടായത് വലിയ ക്ഷീണമാണ്, വലിയ തകർച്ചയാണ്. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് നേരത്തെ തന്നെ പ്രചരണത്തിൽ സജീവമായിക്കൊണ്ട് കളം നിറയാൻ കെ മുരളീധരനും കോൺഗ്രസിനും കഴിഞ്ഞു. കെ മുരളീധരൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങൾ ഉറപ്പായും കെ മുരളീധരൻ പ്രതികരിക്കും. ഈ ദിവസങ്ങളിൽ കെ മുരളീധരൻ പ്രതികരിക്കുന്ന നോക്കുന്ന നല്ല കൗണ്ടറുകളും പഞ്ച് ഡയലോഗും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഷാർപ്പ് ഡയലോഗുകളാണ്. അപ്പോൾ ഉറപ്പായും എന്തെങ്കിലുമൊക്കെ ഷാർപ്പ് ഡയലോഗുകൾ കെ മുരളീധരനിൽ നിന്ന് പ്രതികരണമായി വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആസിഫ് അലി അങ്ങനെ നിൽക്കുകയാണ്. ആ ബൂത്തിൽ വോട്ട് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ. ഒരേ പൊസിഷനിൽ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആസിഫ് അലി കുറേ സമയമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. തൊട്ട് മുമ്പിലുള്ള ചേട്ടനും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് അവിടെ വോട്ടിംഗ് മുന്നോട്ടേക്ക് പോകാത്തതിന് കാരണം എന്നറിയില്ല.
ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്, ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം തുച്ഛമാണ്, കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുറവുള്ള ഈ പറഞ്ഞ ബൂത്തുകൾ അത് അവിടെ കുറച്ച് വോട്ടർമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ വോട്ടർമാർ അവിടേക്ക് എത്തി രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന വോട്ടർമാരായിരിക്കും. പറവൂർ വിഷ്ണു സുരേഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ വിഷ്ണു, എന്താണ് പറവൂർ വിഷ്ണു നിൽക്കുന്ന ബൂത്തിലെ കാഴ്ച? സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുമ്പോൾ. ഹാഷ്മി, എറണാകുളത്തിന്റെ നഗരമേഖലകളിലൊക്കെ പോളിംഗ് കുറച്ച് ശക്തമാണ്, അല്ലെങ്കിൽ വളരെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റൂറൽ മേഖലയിലേക്ക് എത്തുമ്പോൾ തിരക്ക് എങ്ങുമില്ല. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് പറവൂർ നഗരസഭയിലെ 7-ാം വാർഡിലെ 1-ാം ബൂത്തിലാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ആളുകൾ ആരും തന്നെ ഇല്ല. വളരെ നീണ്ട നിരയിലുള്ള ക്യൂ ഒന്നും ഇല്ല. കൂടി വന്നാൽ ഒരു 4 പേരൊക്കെയാണ് ക്യൂവിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ റൂറൽ മേഖലയിലേക്ക് എത്തുമ്പോൾ പൊതുവെ പോളിംഗ് കുറയുന്ന സാഹചര്യമുണ്ട്. എറണാകുളം ജില്ലയിൽ ആകെ 6% പോളിംഗ് എത്തുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ എറണാകുളം ജില്ലയിൽ രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ നിലവില്ല. ഇപ്പോൾ ആളുകൾ കുറച്ചുപേരായി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 പേരുകൾ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 12 മണിയോടുകൂടി അല്ലെങ്കിൽ 11 മണിയോടുകൂടിയൊക്കെ കൂടുതൽ പേർ ഈ റൂറൽ മേഖലയിൽ ഒരു പോളിംഗ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. രാവിലെ പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന അടക്കമുള്ള കാര്യങ്ങളിലും തീരദേശ മേഖല കൂടിയാണത്. അപ്പോൾ അത്തരം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അതിനുശേഷമൊക്കെയാണ് എത്താറുള്ളത്. അപ്പോൾ ഒരു 12 മണി 11 മണിയൊക്കെയാണ് പോളിംഗ് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്താനുള്ള സാധ്യത. പിന്നീട് സ്വാഭാവികമായും ഒരു 12 to 2 പോളിംഗ് വീണ്ടും താഴും. അതിനുശേഷം ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ഉയരും. അങ്ങനെയാണ് സാധാരണ എറണാകുളത്തെ ഒരു പോളിംഗ് രീതി. അത് ഇത്തവണയും പ്രതിപാദിക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ആ ട്രെൻഡാണ് മനസ്സിലാക്കുന്നത്. ഈ ട്രെൻഡൊക്കെ ആർക്ക് അനുകൂലമാകും? പോളിംഗ് കൂടിയാൽ UDF-നോ അല്ലെങ്കിൽ UDF-നും പോളിംഗ് കുറഞ്ഞാൽ LDF-നും എന്നൊക്കെ പഴയൊരു കണക്കും ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പരിണിതഫലം എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. VD സതീശൻ വോട്ട് രേഖപ്പെടുത്തിയ എറണാകുളത്ത് അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹം പറഞ്ഞത് ജനവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെയുണ്ട്, സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ അത് ചർച്ചയാകും, അത് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയില്ല, ശരിക്കും ആ വിഷയത്തിൽ പ്രതിരോധത്തിലായത് CPM ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ നിൽക്കുന്ന വാർഡിലേക്കൊക്കെ ഈ പോളിംഗ് ബൂത്തിൽ എത്തി വോട്ടർമാരെയൊക്കെ കാണും, ഈ അവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം കാണുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ നഗരമേഖലയിൽ എറണാകുളത്തിൻ്റെ നഗരമേഖലയിൽ പോളിംഗ് ശക്തമാണെങ്കിലും റൂറൽ മേഖലയിലേക്ക് എത്തുമ്പോൾ പോളിംഗ് വളരെ കുറവാണ് രാവിലെ രേഖപ്പെടുത്തുന്നത്. ഹാഷ്മി, അതെ, വിഷ്ണു നിൽക്കുന്നിടത്ത് വളരെ കുറവാണ് പോളിംഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിപ്പോൾ അല്പസമയത്തിനകം തന്നെ അവിടെ കൂടുതൽ പേരെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഈ മുന്നണികളൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള വാർഡുകളിലൊക്കെ ചെന്നിട്ട് എല്ലാവരെയും വോട്ടേഴ്സിനെ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനമൊക്കെ വേണം എന്ന് തോന്നുന്നു. അതെല്ലാ തെരഞ്ഞെടുപ്പിലും അവർ എണ്ണയിട്ടന്തരം പോലെ എല്ലാ മുന്നണികളും ചെയ്യാറുള്ളതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ ഈ ഞാൻ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ രാവിലെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇറങ്ങുന്നേ. അപ്പോൾ രാവിലെ നമ്മൾ സാധാരണ നഗരപ്രദേശങ്ങളിലാണ് സാധാരണഗതിയിൽ ഈ രാവിലെ തിരക്കുണ്ടാവാറ്. ഗ്രാമപ്രദേശങ്ങൾ തിരക്ക് ഉണ്ടാവില്ല എന്നുള്ളതല്ല, പക്ഷേ പടിപടിയായി ഓരോരോ മണിക്കൂറുകളിൽ അങ്ങനെ ആൾക്കാർ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ച ഗ്രാമങ്ങളുടെ സ്ഥിരം കാഴ്ചകൾ നോക്കാം. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.